പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആദ്യത്തെ ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് വരികയാണ്. പാക് സൈന്യത്തിന് പൂർണ്ണ അധികാരം കൈമാറുകയാണ്, ചുമതല കൈമാറുകയാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ മുൻകരുതലുകൾ, എങ്ങനെയാണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇന്ന് ഇതേ സമയത്ത് ഇന്ത്യയിൽ ഇവിടെ ഡൽഹിയിൽ രണ്ട് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കാണുന്നു. ഈ തിരിച്ചടിയുടെ വിശദ വിവരങ്ങളെല്ലാം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിക്കുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, നോർത്ത് ബ്ലോക്കിലാണ്. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി ഒരു ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. ആ ഓൺലൈൻ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, DGPമാർ, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിമാർ. അതിർത്തി സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ജമ്മു കാശ്മീർ, പഞ്ചാബ്, അതുപോലെ പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും DGPമാരും ചീഫ് സെക്രട്ടറിമാരുമാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച യോഗം നോർത്ത് ബ്ലോക്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അതിർത്തിയിൽ ഏത് തരത്തിലാണ് പൊതുജനത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്നുള്ള കാര്യം. ഇന്ന് രാവിലെ കനത്ത രീതിയിൽ ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിയന്ത്രണ രേഖാ മേഖലകളിൽ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് ഉണ്ടായി. അത് അല്പം മുൻപാണ്, ഏകദേശം ഒരു 2.5-3 മണിക്കൂർ മുൻപാണ് അത് അവസാനിച്ചത്. പക്ഷേ വലിയ തോതിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു, ബങ്കറുകളിലേക്ക് അടക്കം ഒഴിപ്പിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ അവിടെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഒരു അടിയന്തര ഘട്ടത്തിൽ പരിക്കേറ്റ ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ട ചികിത്സ നൽകാൻ ബ്ലഡ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു, തയ്യാറാക്കിയിരിക്കുന്നു. അവശ്യ സാധനങ്ങളെല്ലാം തന്നെ അവിടെ തയ്യാറാണ്, ഒന്നിനും ഒരു ക്ഷാമമില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ ഒരു സ്റ്റോക്ക് എടുക്കൽ എല്ലാ കാര്യത്തിലും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേ കാര്യം തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഒരു തിരിച്ചടി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കയറി വന്നൊരു പ്രകോപനം ഒരുപക്ഷെ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് കണ്ടുകൊണ്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് സൈനിക തലത്തിൽ മാത്രമല്ല, ഇതിനോടകം തന്നെ കൃത്യമായി നമ്മുടെ അതിർത്തി മേഖലകളിൽ സൈന്യത്തെ വിന്യസിച്ച ശേഷം തന്നെയാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരുമായി നമ്മുടെ സായുധ സേന മുന്നോട്ട് പോയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുജനത്തെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ കൂടിയുണ്ട്. അതായത് സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുക, ഇത്തരത്തിൽ അടിയന്തര ഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക, അടിയന്തര മരുന്നുകൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക. അതിൻ്റെ എല്ലാം കണക്കെടുപ്പും അതെല്ലാം തന്നെ ഒരുക്കി വെക്കലുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതടക്കം പൂർത്തിയാക്കും വൈകാതെ തന്നെ. ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതെല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ ഒരു കയ്യബദ്ധം ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ടാക്ടിക്സ് ഇപ്പോൾ എന്തായാലും പ്രതിരോധം, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏത് തരത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നീക്കങ്ങൾ, തിരക്കിട്ട ചർച്ചകളൊക്കെയാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.